Hi everyone, how are you? I think you're fine. Okay, today we are going to take a new unit in our English book named Lore of Values, which means knowledge of values. ഇന്ന് നമ്മൾ നമ്മുടെ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റായ ലോർ ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞ യൂണിറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത് പ്രവേശിക്കുന്നത്. ലോർ ഓഫ് വാല്യൂസ് മീൻസ് നോളജ് ഓഫ് വാല്യൂസ്, അറിവിൻ്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ അറിവിൻ്റെ ദൈർഘ്യമെന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ഇപ്പോൾ എല്ലാവരും ബുക്സ് എടുത്തിട്ട് വേണം ക്ലാസ് കാണാൻ. പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കുറേ കാലമായി കണ്ടിട്ട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കുറേ കാലമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് മുതൽ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ഇഷ്ടം നമ്മൾ അങ്ങനെ എടുക്കും. ഓക്കെ, ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ബുക്സ് ഉണ്ടാവണം. സാറ് മുമ്പ് തന്ന വർക്ക്സൊക്കെ നിങ്ങൾ കുറച്ച് പേരും കൂടി എഴുതി അയക്കാനുണ്ട്. അത് പെട്ടെന്ന് അയക്കുക. അത് വീട്ടിലേക്ക് വരുമ്പോൾ വെറുതെ അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ യൂണിറ്റ് നെയിം ഈസ് ലോർ ഓഫ് വാല്യൂസ്, which means knowledge of values. In this unit, there are 3 chapters. One is an anecdote. One എന്താണ് ഒരു ചെറുകഥയാണ്. And one is a speech. Another one is a poem. Your first chapter name is The Best Investment I Ever Made by A.J. Cronin. And the second one is a speech, The Danger of a Single Story. Why? Chimamanda Ngozi Adichie. പേടിക്കണ്ട, ഒരാളെ പേര് പറഞ്ഞു കേട്ടോ, ചിമാന്ത നഗോച്ചി അഡീഷി. ഒരു സ്പീച്ചാണത്. Then The Ballad of Father Gilligan. It's a poem by William Butler Yeats. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 അധ്യായങ്ങളാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ തേർഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. The first one is The Best Investment I Ever Made by A.J. Cronin. Okay, before that, can you see these pictures? Okay, good. And answer the questions below. അവിടെ താഴെ കുറച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. First one is, what were the horses trying to do at the beginning of the story? ഇതൊരു സ്റ്റോറിയാണ് അല്ലേ. ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താണ്, എഴുതിയ സ്റ്റോറി അല്ല. ആ പിക്ചറിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. ജസ്റ്റ് ലുക്ക്, ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് നോക്കുക എന്താ സംഭവം എന്നുള്ളത്. What were the horses trying to do at the beginning of the story? Did it work? അവരെന്താ ചെയ്യുന്നത്, ഈ സ്റ്റോറിയുടെ തുടക്കത്തിൽ അവരെന്താ ചെയ്യുന്നത്? they try to move in the opposite directions. രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത്. അല്ല, രണ്ടുപേരും എന്താണ്, ഓപ്പോസിറ്റ് ആണ് അല്ലേ. ഇയാൾ ഓപ്പോസിറ്റ് ആണ്, മറ്റേ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പം എന്ത് ചെയ്തു, അവർക്ക് പോകാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ദെൻ ദി സെക്കൻഡ്, ഡിഡ് ഇറ്റ് വർക്ക്? അത് വർക്ക് ആകുന്നുണ്ടോ ചോദിച്ചാൽ എന്താണ്, അവരുടെ ലക്ഷ്യം നടന്നോ, അവരുടെ ഉദ്ദേശം നടന്നോ എന്നാണ് ചോദിച്ചത്. നോ, സിമ്പിൾ. Then what did the horses do when they found that their first attempt had failed? അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഫെയിൽ ആയപ്പോൾ അവരെന്താ ചെയ്തത്? ലുക്ക്, എന്താ ചെയ്തത്? we can see that they tugged hard to move in the opposite direction. അവരെന്താണ്, പരസ്പരം ഇങ്ങനെ ഹാർഡ് ടു മൂവ് അല്ലേ, ടഗ്ഡ് അല്ലേ, പരസ്പരം എന്ത് ചെയ്യാൻ, ടഗ്ഡ് ചെയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിരിമുറുക്കാണല്ലേ, ഒരാൾ അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം. പക്ഷെ എന്താണ്, അറ്റംപ്റ്റ് ഫെയിൽ ആവാണ് അവിടെ. ഓക്കെ, ദെൻ ഡിഡ് ബോത്ത് ഹോഴ്സസ് ഗെറ്റ് വാട്ട് ദേ വാണ്ടഡ്? വാട്ട് ഡിഡ് ദേ ഡു സോൾവ് ദെയർ പ്രോബ്ലം? അല്ലേ, രണ്ടുപേർക്കും അവരുടെ ഉദ്ദേശം നടന്നോ? ഇല്ല. അപ്പോൾ അവരവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്താ ചെയ്തത്? അവരെന്ത് ചെയ്തു? സെയിം ഡയറക്ഷനിലേക്ക്, ഒരേ രീതിയിലേക്ക് എന്ത് ചെയ്തു, അവർ പോയി അല്ലേ. അതായത് ഓപ്പോസിറ്റ് അല്ല, എന്ത് ചെയ്യാണ്, രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് എന്ത് ചെയ്തു, മൂവായി. Then how do you usually solve problems when you have a difference of opinion with your friends? നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ് അല്ലേ. നമ്മളെ ഫ്രണ്ട്സുമായിട്ട് നമുക്കൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, അതല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. അങ്ങനെ ഒരേ അഭിപ്രായമല്ലാതാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? അതിന് ആൻസർ എന്ത് ചെയ്യുക, ഒന്ന് എഴുതാം. ഓക്കെ, ആൻഡ് we are going to take our chapter named The Best Investment I Ever Made. It's a good story, a good anecdote for you. നല്ലൊരു മൂല്യമുള്ള നല്ലൊരു പാഠമാണത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും സ്വാധീനിക്കപ്പെടുന്ന അല്ലെ, അട്രാക്റ്റീവായ ഒരു സ്റ്റോറിയാണത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ബൈ A.J. Cronin. A.J. Croninൻ്റെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, താൻ നിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല നിക്ഷേപം. In the story, the timely action of the author transformed a young
man's life. അതായത് ഈ ഓതറുടെ കറക്റ്റ് സമയത്തുള്ള ആ പ്രവൃത്തി ഒരാളെ ജീവിതം തന്നെ എന്ത് ചെയ്തു ആകെ മാറ്റിമറിക്കപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു കഥയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ബൈ എ.ജെ. ക്രോണിംഗ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടോ? അതായത് ഒരാളെ സഹായിക്കാനുള്ള മനസ്സുണ്ടോ? ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെ സ്റ്റോറിയാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് paragraph, listen. On the second day out from New York, while making the round of the promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. I wanted to rest, to avoid the tedium of casual and importunate shipboard contacts. I gave no sign of having noticed the man. This is your first paragraph. Listen, sir, meaning varana. On the second day out from New York, ന്യൂയോർക്കിൽ നിന്ന് താൻ പുറത്ത് പോയിട്ട് എത്രാമത്തെ ദിവസമാണത്? രണ്ടാമത്തെ ദിവസമാണ്. While making the round of the promenade deck, promenade means പൊതുവഴി എന്ന് പറയും. Okay, a public place for walking, which means promenade means a public place for walking, പൊതുവഴി. ഡെക്ക് എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ വരാന്ത അല്ലേ? അപ്പോൾ കപ്പലിൻ്റെ വരാന്തയിലുള്ള പൊതുവഴിയിലൂടെ എന്ത് ചെയ്യാണ് അദ്ദേഹം എങ്ങനെ നടക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. I suddenly became aware that one of the passengers was watching me closely. അപ്പോൾ താൻ ഈ നടക്കുന്ന സമയത്ത് പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ യാത്രക്കാരിൽ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, തന്നെ എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. Following me with his gaze, തൻ്റെ നോട്ടം കൊണ്ട് എന്ത് ചെയ്യാണ് അദ്ദേഹം ഇദ്ദേഹത്തെ ഫോളോ ചെയ്യാണ്, പിന്തുടരാണ്. Every time I passed, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യും അദ്ദേഹം എന്ത് ചെയ്തു ഇദ്ദേഹത്തെ എങ്ങനെ നോക്കും, നമ്മുടെ ഓതർ എങ്ങനെ നോക്കും. ഇവിടെ ഈ ആരാണെന്ന് അറിയോ? ഐ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയോ? നമ്മുടെ എ.ജെ. ക്രോണിനാണ് കേട്ടോ, നമ്മൾ ഓതറയാണ്. ഓക്കെ, ഐ വാണ്ടഡ് ടു റെസ്റ്റ്, എനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു. ടു അവോയ്ഡ് ദ ടീഡിയം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്പോർട്ട് കോണ്ടാക്ട്സ്. ടീഡിയൻസ് മീൻസ് ബോർഡം, വിരസത അല്ലേ? അപ്പോൾ ഈ പരിചയമില്ലാത്ത ആൾക്കാരായിട്ട് സംസാരിക്കാനൊരു താല്പര്യമില്ലാത്ത ആളാണ് നമ്മുടെ ഡോക്ടർ. അപ്പോൾ അങ്ങനെയുള്ള ടീഡിയമായ വിരസത കൂട്ടുന്ന, അതുപോലെ തന്നെ എന്താണ് കാഷ്വൽ ആയിട്ടുള്ള അല്ലേ ആകസ്മികമായ ആൻഡ് ഇമ്പോർച്ചുനേറ്റ് ഷിപ്പോർട്ട് കോണ്ടാക്ട്സ് അല്ലേ, തനിക്ക് ശല്യമായി തോന്നുന്ന രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ആരിഷ്ടപ്പെടുന്നില്ലായിരുന്നു, നമ്മുടെ ഓതർ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു അദ്ദേഹം അവിടെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദ മാൻ. അപ്പോൾ തന്നെ നോക്കുന്ന ഈ ആളെ കണ്ടതായിട്ട് ആരും നടിച്ചില്ല, നമ്മുടെ ഓതർ നടിച്ചില്ല. നോട്ടീസ്ഡ് അല്ലേ, ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ്ഡ് ദ മാൻ. അദ്ദേഹത്തെ കണ്ടായിട്ട് എന്തെങ്കിലും ഇദ്ദേഹം നടിച്ചില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പാസേജ്. ഇപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്, നമ്മുടെ എ.ജെ. ക്രോണിന് നമ്മുടെ ഓതർ എന്ത് ചെയ്യുക, ഷിപ്പിൻ്റെ ഡെക്കിലൂടെ, അതായത് പൊതുവഴിയിലൂടെ ഷിപ്പിൻ്റെ വരാന്തയിലൂടെ അങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരാൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രദ്ധിക്കലിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അല്ലേ. ഇയാൾ തന്നെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാകാത്ത രീതിയിൽ ആര് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ ഓതർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്. Yet there was nothing importunate about him. പക്ഷെ അതുവരെ ഇമ്പോർച്ചുനേറ്റ് ആയിട്ട്, അതായത് തനിക്ക് ശല്യം എന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും ആരും ഉണ്ടായില്ല അദ്ദേഹത്തിനടുത്ത്, അതായത് തന്നെ വാച്ച് ചെയ്യുന്ന ആളെടുത്ത് നിന്ന് ഉണ്ടായില്ല. Yet there was nothing importunate about him. ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ, എന്താണ് അതായത് ചില അപേക്ഷ കൊണ്ട് ശല്യം ചെയ്യുന്ന രീതിയിലുള്ള അല്ലേ, ആസ്കിങ് ഫോർ തിങ്സ് മെനി ടൈംസ് ഇൻ എ വേ ദാറ്റ് ഈസ് അനോയിങ് അല്ലേ, അപേക്ഷ കൊണ്ട് ശല്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചില ആൾക്കാരുടെ കാര്യം സാധിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഫോളോ ചെയ്യും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെ നമ്മളെ മീറ്റ് ചെയ്യുക, നമ്മളുമായി കോൺടാക്ട് ചെയ്യുക, നമ്മളുമായി ബന്ധപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഓക്കെ, അതാണ് ഇമ്പോർച്ചുനേറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ, അപേക്ഷ കൊണ്ട് ശല്യം ചെയ്യുന്ന രീതിയിലുള്ള ആളുകൾ. ഓൺ ദ കോൺട്രാറി, നേരെ മറിച്ച്, he seemed affected by a troubled rather touching diffidence. അപ്പോൾ തന്നെ നോക്കുന്ന ആളെ കൊണ്ട് ഇദ്ദേഹത്തിന് ശല്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ നേരെ മറിച്ച് എന്താ ഉണ്ടായത്, he seemed affected by a trouble, അദ്ദേഹത്തിന് എന്തോ പ്രശ്നമുള്ളതുപോലെ. rather touching diffidence, തനിക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്ത. ഡെഫിഡൻസ് മീൻസ് എന്താണ്, ഡിഫിഡൻസ് പറഞ്ഞാൽ എന്താണ്, സെൽഫ് കോൺഫിഡൻസ് അല്ലെ, ആത്മവിശ്വാസമില്ലാത്ത, ഷൈയോ അല്ലേ, ഷൈ എന്നൊക്കെ പറയും. ഷൈ എന്ന് പറഞ്ഞാൽ നാണോ, അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയും ഡിഫിഡൻസ് പറഞ്ഞാൽ കേട്ടോ. ഓക്കെ,
എന്താ പറഞ്ഞ അവിടെ ഹി സീം അഫക്റ്റഡ് ബൈ എ ട്രബിൾ, തനിക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ. റാദർ ടച്ചിങ് ഡിഫിഡൻസ്, അല്ലേ, തനിക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ എന്ത് ചെയ്തു അദ്ദേഹത്തിന് തോന്നി. ഡിഫിഡൻസ് മീൻസ് ഷൈ ഓർ ലാക്കിംഗ് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയും. ഓക്കെ, ദെൻ he was in his early 40s, rather short in build, with a fair complexion and clear blue eyes. He was in his early 40s. എനിക്ക് ഏകദേശം 40 വയസ്സുണ്ടാവും ആർക്ക്, തന്നെ നോക്കുന്ന ആൾ. Rather short in build and with a fair complexion and clear blue eyes. നല്ല വെളുത്ത നിറത്തിലുള്ള, അല്ലേ, എന്ന് പറഞ്ഞത് എ ഫയർ കോംപ്ലക്ഷൻ, നല്ല വെളുത്ത നിറത്തിലുള്ള നീല കണ്ണുള്ള ആളായിരുന്നു ആര്, തന്നെ നോക്കുന്ന ആൾ. ദെൻ ഹിസ് തിൻ ഹെയർ ഹാഡ് ബിഗാൻ ടു റെസീഡ്, തൻ്റെ ആ കട്ടി കുറഞ്ഞ മുടി എന്താണ് കുറച്ച് എന്താണ് റെസീഡ് എന്ന് പറഞ്ഞാൽ എന്താ കഷണ്ടിയാവുക. ഓക്കെ, ഫ്രം ഹിസ് ഫോർഹെഡ്, തൻ്റെ നെറ്റിയിൽ നിന്ന് കുറച്ചിങ്ങനെ കയറിയിട്ടുണ്ട്, നെറ്റി കയറിയാൽ തന്നെ കഷണ്ടിയായി. ഓക്കെ, ദെൻ ഹിസ് ഡാർക്ക് സ്യൂട്ട്, sober tie and brimless spectacles gave evidence of a serious and reserved disposition. തൻ്റെ ലുക്കിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്, അല്ലേ. സോബർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലെയിൻ അൺനോൺ നത്തിങ് ബ്രൈറ്റ് ഇൻ കളർ, അതായത് തിളക്കമില്ലാതെ, അത്രയ്ക്ക് തിളക്കമില്ലാത്തൊരു കളർ സ്യൂട്ടാണ് ആരിട്ടുള്ളത്, അദ്ദേഹം ഇട്ടില്ലേ. ഡാർക്ക് സ്യൂട്ട്, സോബർ ടൈ, അല്ലേ, ടൈ ആണ് കേട്ടോ, സോറി. ആൻഡ് റിംലെസ് സ്പെക്ടാക്കിൾസ് എന്ന് പറഞ്ഞാൽ കാലില്ലാത്ത കണ്ണട. എവിഡൻസ് ഓഫ് എ സീരിയസ് ആൻഡ് റിസർവ്ഡ് ഡിസ്പോസിഷൻ, അല്ലേ. റിസർവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിതഭാഷിയായ, അധികം സംസാരിക്കാത്ത ഒരു സീരിയസ് ആയിട്ടൊരാളെ ലുക്കാണ് ആർക്കുള്ളത്, തന്നെ നോക്കുന്ന ഇയാൾക്കുള്ളത്, അല്ലേ. അദ്ദേഹത്തിൻ്റെ ലുക്ക് എങ്ങനെയാണ്, വെളുത്ത നിറമാണ്, എന്താണ് ബ്ലൂ ഐ ആണ്, പിന്നെ എന്താണ് ആ ഒരു സീരിയസ് ലുക്കാണ് ആർക്കുള്ളത്, തന്നെ ശ്രദ്ധിക്കുന്ന ആളിന് ഉള്ളത്. ഡിസ്പോസിഷൻ മീൻസ് നാച്ചുറൽ മൂഡ് എന്ന് പറയും, നാച്ചുറൽ മൂഡ്സ്, ഒരു മനോഭാവം, തൻ്റെ മനോഭാവം കണ്ടാൽ എന്താണ്, അദ്ദേഹത്തിൻ്റെ ഡിസ്പോസിഷൻ കണ്ടാൽ എന്താണ്, ആറ്റിറ്റ്യൂഡ് കണ്ടാൽ എന്താണ്, ഒരു സീരിയസ് ആയിട്ടുള്ള ആളെ പോലെയാണ് ആർക്ക് തോന്നുന്നത്, നമ്മുടെ ഓതറിന് തോന്നുന്നത്. അറ്റ് ദിസ് പോയിന്റ് ദ ബഗിൾ സൗണ്ടഡ് ഫോർ ഡിന്നർ ആൻഡ് ഐ വെന്റ് ബിലോ. ഈ സമയമാണ് എന്ത് ചെയ്തു, ബഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഹോൺ, അല്ലെ, കപ്പലിലുണ്ടാകുന്ന ഹോൺ അടിച്ചു. എന്തിനടിച്ചത്, ഡിന്നറിനായിട്ട് എന്ത് ചെയ്തു, ഹോൺ അടിച്ചു. ദെൻ തേർഡ് പാരഗ്രാഫ്, ഓൺ ദ ഫോളോയിങ് ഫോർനൂൺ എന്ന് പറഞ്ഞാൽ ബിഫോർ noon. On the following forenoon, I again observed my fellow voyager watching me earnestly from his deck chair. ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു ആരെ, തൻ്റെ ഫെലോ വോയേജർ, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ കപ്പൽ യാത്രക്കാരൻ വീണ്ടും എന്ത് ചെയ്യാണ്, തന്നെ ഇങ്ങനെ വാച്ചിങ് ഹിം ഏർണസ്റ്റ്ലി, വിച്ച് മീൻസ് സീരിയസ്ലി, തന്നെ സീരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഫ്രം ഹിസ് ഡെക്ക് ചെയർ, തൻ്റെ ഡെക്ക് ചെയറിൽ നിന്ന്. ഡെക്ക് ചെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കപ്പലിൻ്റെ വരാന്തിയിലിരിക്കുന്ന ചെയറിൽ നിന്ന്. Now a lady was with him. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ട്, ഒരു ലേഡി ഉണ്ട്. ഒബ്വിയസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലിയർലി, അല്ലേ, വ്യക്തമായിട്ട് പറഞ്ഞാൽ ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ വൈഫാണ് തൻ്റെ കൂടെയുള്ളത്. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൺ ടു ഇൻട്രിഗ്യൂ മീ. ഇപ്പോൾ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ, തൻ്റെ ഭാര്യയും കൂടെ വന്നപ്പോൾ എനിക്ക് എന്താണ്, ഒരു കൗതുകം തോന്നി. ഇൻട്രിഗ്യൂ മീൻസ് ടു മേക്ക് എ പേഴ്സൺ വെരി ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് സംതിങ്. അതാണ് ഇൻട്രിഗ്യൂ എന്ന് പറഞ്ഞാൽ കേട്ടോ, താല്പര്യം ഉണർത്തുക എന്ന് പറയും, താല്പര്യം ഉണർത്തുക, ഇൻട്രിഗ്യൂ. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൺ ടു ഇൻട്രിഗ്യൂ മീ, തനിക്കൊരു കൗതുകം ഉണ്ടാകാൻ തുടങ്ങി. ഐ ഡിസ്കവേർഡ് ഫ്രം മൈ സ്റ്റെവാർഡ് ദാറ്റ് ദേ വർ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ്. തൻ്റെ സ്റ്റെവാർഡിൽ നിന്ന്, സ്റ്റെവാർഡ് പറഞ്ഞാൽ എന്താണ്, കപ്പലിലുള്ള ആ ജോലിക്കാരിൽ നിന്ന് എന്ത് ചെയ്തു, അവരാരാണെന്ന് താൻ അറിഞ്ഞു. ഒന്നാരാണ്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോൺ എസ് ആണ്, അല്ലേ. മിസ്റ്റർ ജോണും മിസ്സിസ് ജോൺ എസ് ആണ് അവരുടെ പേര്. ഫ്രം എ സ്മോൾ സുബർബ് ഓഫ് ലണ്ടൻ, അല്ലേ, ലണ്ടനിലെ ഒരു ചെറിയ പ്രദേശത്തിൽ നിന്ന് വരുന്ന ആളുകളാണ് ആര്, മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തന്നെ നോക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ വൈഫ്. ബട്ട് അനദർ ഡേ പാസ്ഡ് വിതൗട്ട് ഇവൻറ്റ്. സംഭവരഹിതമായ മറ്റൊരു ദിനം കൂടി എന്ത് ചെയ്തു, കടന്നുപോയി. I began to feel certain that Mr. S would remain too shy to carry out of his obvious desire to approach me. I began to feel certain that എനിക്ക് തോന്നി, എനിക്ക് ഫീൽ ചെയ്തു, എന്താ ഫീൽ ചെയ്തത്, മിസ്റ്റർ എസ് വുഡ് റിമെയിൻ ടു ഷൈ ടു ക്യാരി ഔട്ട് ഹിസ് ഒബ്വിയസ് ഡിസൈർ ടു അപ്രോച്ച് മീ. അപ്പോൾ തന്നെ സമീപിക്കാൻ എന്താണ്, മിസ്റ്റർ ജോൺ എസിന് എന്താണ്, ഒരു മടിയുള്ളതുപോലെ, ഒരു ഷൈ ഉള്ളതുപോലെ ആർക്ക് തോന്നി, നാണമുള്ളതുപോലെ ആർക്ക് തോന്നി, നമ്മുടെ ഓതറിന് തോന്നി. അപ്രോച്ച് മീ എന്ന് പറഞ്ഞാൽ എന്താണ്, സമീപിക്കുക, തന്നെ സമീപിക്കാൻ
അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് ഡിസയറൊക്കെ ഉണ്ട് അല്ലേ, ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണ് ആ സമീപിക്കാനൊരു നാണമുള്ളതുപോലെ ആർക്ക് തോന്നി, നമ്മുടെ ഓതറിന് തോന്നി. However, എന്നിരുന്നാലും on our final evening at sea, Mrs. S decided the matter. പക്ഷേ എന്താണ് അവസാനത്തെ ഈവനിങ്ങിൽ അല്ലേ, അവസാനത്തെ വൈകുന്നേരത്തിൽ എന്ത് ചെയ്തു, മിസ്സിസ് എസ് അല്ലേ, അതായത് ജോണിൻ്റെ വൈഫ് ഡിസൈഡഡ് ദ മാറ്റർ എന്ന് പറഞ്ഞാൽ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കി. With a firm pressure on his hand and a whispered word in his ear, she urged her husband towards me as I passed along the deck. ഞാൻ ആ ഡെക്കിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ഓതർ എന്താണ് കപ്പലിൻ്റെ വരാന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് എന്ത് ചെയ്തു, തൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ആര് കൊണ്ടുവരുന്നുണ്ട്, ജോണിൻ്റെ വൈഫ് ജോണിനെ കൊണ്ടുവരുന്നുണ്ട്. കാരണം എന്താണ്, ജോണിന് നാണമാണെന്ന് പറഞ്ഞു, മടിയാണെന്ന് പറഞ്ഞു, ആർക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞില്ലേ. ശരിക്കും എന്താ ജോണിനൊരു മടിയുണ്ട്. മടി മീൻസ് ഇതിപ്പോൾ താൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ എന്ന് അറിയില്ല. ഓക്കെ, for this she urged her husband towards me as I passed along the deck എന്ന് പറഞ്ഞു. she forced അല്ലേ, അവിടെ എന്ത് ചെയ്യാണ്, നിർബന്ധിക്കാണ്, തൻ്റെ ഭർത്താവിനെ നിർബന്ധിക്കാണ് എന്തിന്, തന്നെ പരിചയപ്പെടുത്താൻ, തന്നെ അതായത് ഓതറെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. എക്സ്ക്യൂസ് മീ ഡോക്ടർ, ഐ വോണ്ടർ ഇഫ് ഐ മൈറ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ ആരാണെന്ന് പറയാതെ തന്നെ എന്ത് ചെയ്തു, എക്സ്ക്യൂസ് മീ ഡോക്ടർ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ആകെ വോണ്ടറായി പോയി, ആകെ അന്തം വിട്ടുപോയി, അത്ഭുതപ്പെട്ടു പോയി. ഹി സ്പോക്ക് ഓൾമോസ്റ്റ് ബ്രെത്ത്ലെസ്ലി അല്ലേ, എന്താണ് ശ്വാസം വിടാതെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ സംസാരിക്കുക. ഓഫറിങ് മീ ദ വിസിറ്റിംഗ് കാർഡ് ഹി ഹെൽഡ് ഇൻ ഹിസ് ഹാൻഡ് ആൻഡ് സ്റ്റഡിങ് മൈ ഫേസ് ടു സീ ഇഫ് ദ നെയിം മെന്റ് എനിത്തിങ് ടു മീ. തൻ്റെ കയ്യിലുള്ള ഒരു കാർഡ് എന്ത് ചെയ്തു, ഡോക്ടറിന് കൊടുത്തിട്ട് തന്നെ തിരിച്ചറിയുന്ന ആര് വിചാരിച്ചു, ഇതെങ്ങനെ വിചാരിച്ചു, എന്തെങ്കിലും അടയാളം കിട്ടുമെന്ന് വിചാരിച്ചു. Then, as it plainly did not, he went on with the same awkwardness. If you could spare a few minutes, my wife and I would like to have a word with you. അല്ലേ, awkwardness പറഞ്ഞതാണ് സ്റ്റേറ്റ് ഓഫ് ബീങ് ഗ്രേസ്ഫുൾ. തനിക്ക് ഇപ്പോഴും എന്താണ് നാണങ്ങട് മാറി, അതായത് ആ മടി ആർക്ക് മാറിയിട്ടില്ല, നമ്മുടെ ജോണിന് മാറിയില്ല. തന്നെ വിസിറ്റ് കാർഡൊക്കെ കൊടുത്ത് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ നാണത്തോട് തന്നെ പറഞ്ഞു എന്ത്, ഇഫ് യു കുഡ് സ്പെയർ എ ഫ്യൂ മിനിറ്റ്സ് മൈ വൈഫ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ വേർഡ് വിത്ത് യു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം അല്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്കും എൻ്റെ വൈഫിനും നിങ്ങളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. A moment later, I was occupying the vacant chair beside John. A moment later അല്ലേ, ഒരു നിമിഷത്തിന് ശേഷം എന്ത് ചെയ്തു, I was occupying, he was sat എവിടെ, the vacant chair beside them. തങ്ങളുടെ അടുത്തുള്ള, അതായത് മിസ്റ്റർ ജോണിൻ്റെയും മിസ്സിസ് ജോണിൻ്റെ അടുത്തുള്ള ഒരു വാക്കൻ്റ് ഒഴിവുള്ള കസാരയിൽ ആരിയിരുന്നു, നമ്മുടെ ഡോക്ടർ ഇരുന്നു. Haltingly, he told me that this had been their first visit to America. Haltingly എന്ന് പറഞ്ഞതാണ് നിർത്തി നിർത്തി ഇങ്ങനെ പറയാം, അതായത് സ്റ്റോപ്പിംഗ് ആൻഡ് സ്റ്റാർട്ടിങ് ഓഫ് ബിക്കോസ് യു ആർ നോട്ട് സെർട്ടൻ ഓർ നോട്ട് കോൺഫിഡൻറ്റ്. അല്ല, നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കില്ല, നിർത്തി നിർത്തി ഇങ്ങനെ ഒരു തപ്പിപ്പിടിച്ച് സംസാരിക്കാം. അങ്ങനെയാണ് ആര് സംസാരിക്കുന്നത്, മിസ്റ്റർ ജോണ് ഡോക്ടറോട് സംസാരിക്കുന്നത്, അതായത് നമ്മൾ ഓതറോട് സംസാരിക്കുന്നത്. Haltingly, he told me that this had been their first visit to America. അല്ലേ, എന്താണ് താൻ നിർത്തി നിർത്തി ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇത് എന്താണ് അവരുടെ അമേരിക്കയിലെ ഫസ്റ്റ് വിസിറ്റ് ആണെന്ന് പറഞ്ഞു. It was not entirely a holiday trip. ഇതൊരു ഹോളിഡേ ട്രിപ്പ് അല്ല, ഒരു ഒഴിവ് ദിവസത്തിലുള്ള യാത്രയല്ല എന്ന് പറഞ്ഞു. They had been making a tour of the New England states, inspecting many of the summer recreational camps for young people there. അതായത് യങ് പീപ്പിൾസ് ഇല്ലേ, അതായത് കൗമാര പ്രായക്കാർക്ക് വേണ്ടി ഒരു ക്യാമ്പ് ആര് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കൗമാര പ്രായക്കാർ മീൻസ് ഈ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട, സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കൗമാര പ്രായക്കാർക്ക് വേണ്ടി ആര് ജീവിക്കുന്നത്, നമ്മുടെ ഈ ജോൺ എസും മിസ്സിസ് ജോണും എസും ജീവിക്കുന്നത്. ഓക്കെ, ദെൻ afterwards they had visited settlement houses in New York and other cities to study the methods employed in dealing with cases of backward and maladjusted and delicate youth. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സമൂഹത്തിലുള്ള യൂത്തുകളെ അല്ലേ, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട അല്ലെ അനാഥരായ കുറേ ആളുകളുണ്ടാവും അല്ലേ, അവർ മാലഡ്ജസ്റ്റഡ് ആയിരിക്കും. മാലഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സമൂഹമായിട്ട് ഇണങ്ങി പോവാത്ത, അവർക്ക് എപ്പോഴും ഒരു കച്ചറ മൈൻഡായിരിക്കും. ഡെലിഗൻ്റ് എന്ന് പറഞ്ഞാലും എന്താണ്, ഒരു കച്ചറ സ്വഭാവമുള്ള കുട്ടികളായിരിക്കും അല്ലെങ്കിൽ യൂത്ത് ആയിരിക്കും ഉണ്ടാകുക. അവർക്കൊക്കെ വേണ്ടി ഒരു എന്താ പറയുന്നത്, ഒരു റിക്രിയേഷണൽ ക്യാമ്പ് നടത്താൻ ആര് വന്നത് ഇങ്ങോട്ട്, നമ്മുടെ റിക്രിയേഷണൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അവരെ ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ നിന്ന് വേറൊരു
അവസ്ഥയിലേക്ക് മാറ്റാം അല്ലേ. അതായത് അവർ ബാക്ക്വേർഡ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുക, സമൂഹത്തിലേക്ക് നന്മയുടെ തീരത്തേക്ക് എന്ത് ചെയ്യുക, അതായത് നന്മയുടെ സ്ഥിതിയിലേക്ക് എന്ത് ചെയ്യുക, അവരെ കൊണ്ടുവരിക. അതാണ് ആരുദ്ദേശിക്കുന്നത്, മിസ്റ്റർ എസും മിസ്സിസ് ജോണസും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് അവിടെ എന്താണ്, ഇറ്റ് വാസ് നോട്ട് എൻ്റർലി എ ഹോളിഡേ ട്രിപ്പ്. ഇതൊരു ഹോളിഡേ ട്രിപ്പ് അല്ല. ദേ ഹാഡ് ബീൻ മേക്കിംഗ് എ ടൂർ ഓഫ് ദ ന്യൂ ഇംഗ്ലണ്ട് സ്റ്റേറ്റ്സ്, ഇൻസ്പെക്ടിങ് മെനി ഓഫ് ദ സമ്മർ റീക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ ദയർ അല്ലേ. അവിടെ യങ് പീപ്പിൾസിന്, അതായത് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട യങ് പീപ്പിൾസിന് വേണ്ടിയാണ് എന്താണ് ഒരു റീക്രിയേഷൻ, അവരെ റീക്രിയേറ്റ് ചെയ്യാനുള്ള, വീണ്ടും അവരൊന്ന് ഉത്സാഹപ്പെടുത്താനുള്ള, വീണ്ടും അവരെ നന്നാക്കി എടുക്കാനുള്ള ക്യാമ്പുകളാണ് ആര് നടത്തുന്നത്, നമ്മുടെ മിസ്സിസ് എസും മിസ്റ്റർ ജോണസും നടത്തുന്നത്. ആഫ്റ്റർവാർഡ്സ് ദേ ആർ വിസിറ്റഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക് അല്ലെ. അമേരിക്കയിലുള്ള സെറ്റിൽമെൻറ്റ് ഹൗസസ്, അതായത് ചേരികൾ അല്ലേ, ചേരികൾ എന്ത് ചെയ്തു, ഇവർ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതർ സിറ്റീസ് ടു സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ് അല്ലേ. പിന്നെ എന്തിനാണ് പോയത് അവർ, സമൂഹത്തിൽ ബാക്ക്വേർഡായി കിടക്കുന്ന മാലഡ്ജസ്റ്റഡ് ആയ ആൻഡ് ഡെലിഗൻറ്റ് യൂത്ത് അല്ലേ, അവർക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പ്രവർത്തിക്കുന്നത്. ഓക്കെ, മാലഡ്ജസ്റ്റഡ് പറഞ്ഞാൽ ഹാവിങ് എ മെൻ്റൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലംസ് ദാറ്റ് ലേഡ് ടു അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ. അവരുടെ സ്വഭാവം എപ്പോഴും സമൂഹമായിട്ട് ഇണങ്ങി പോകാത്തതായിരിക്കും ഈ മാലഡ്ജസ്റ്റഡ് ആയ ആളുകൾ. ഓക്കെ, അവരാണ് എപ്പോഴും ഇങ്ങനെ കച്ചറ, ഒരുപാട് ക്രൈമിനൊക്കെ ഉൾപ്പെടുന്നവരാണ്, ഇങ്ങനത്തെയുള്ള ആളുകളാണ്. പിന്നെ ഡെലിഗൻറ്റ്, ഷോവിങ് എ ടെൻഡൻസി ടു കമ്മിറ്റ് ക്രൈംസ്. ഇവർ എന്ത് ചെയ്യും, ഒരു ക്രൈം ചെയ്യാനുള്ള ടെൻഡൻസി, ഒരു പ്രവണത ആർക്കുണ്ടാവും, ഈ ഡെലിഗൻ്റായ ആളുകൾക്ക് ഉണ്ടാവും, ഡെലിഗൻറ്റ്. ഓക്കെ, നമ്മുടെ 1 2 3 4 5 പാരഗ്രാഫ് എന്ത് ചെയ്തു നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് നിങ്ങൾക്ക് ആദ്യം ക്വസ്റ്റ്യൻ ആൻസർ ഇങ്ങനെ തരുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അല്ലേ, നമ്മളിങ്ങനെ അയച്ചു തരാം, നിങ്ങളത് നോക്കി എഴുതാം. ഇനി അത് വേണ്ട, സാറ് ക്വസ്റ്റ്യൻ്റെ മീനിങ് വായിക്കും, നിങ്ങൾ ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ, വൈ വാസ് ദ നറേറ്റർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ മാൻ ഹു വാസ് വാച്ചിങ് ഹിം. തന്നെ ശ്രദ്ധിക്കുന്ന അല്ലേ ആളെ നമുക്ക് ശ്രദ്ധിക്കാൻ നറേറ്ററിന് താല്പര്യമില്ലായിരുന്നു, നമ്മളെ ഈ ഓതർക്ക് താല്പര്യമില്ലായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ദ നറേറ്റർ ഒബ്സർവ് ദ മാൻ ആൻഡ് ഡിസ്ക്രൈബ് ഹിം ഇൻ വിവിഡ് ടേംസ്. ഹൗ ഡിഡ് ഹി ഡിസ്ക്രൈബ് ഹിം അല്ലേ. നമ്മളെ ജോണിൻ്റെ രൂപം നമ്മളെ നറേറ്റർ ഇങ്ങനെ പറയുന്നുണ്ട് അല്ലേ, എന്താണ് ഫയർ കോംപ്ലക്ഷൻ അല്ലെ, ബ്ലൂ ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ഇന്ന് തന്നെ അയക്കുക. ഈ ക്ലാസ് എന്ന് വന്നാൽ ഇന്ന് തന്നെ അയക്കുക. Then why did the narrator notice the fellow voyager the next day? A fellow voyager, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ വോയേജർ, ആ കപ്പൽ യാത്രക്കാരനെ നറേറ്റർ എന്ത് ചെയ്തു, why did the narrator notice the fellow voyager the next day? അടുത്ത ദിവസം നോട്ടീസ് ചെയ്തു. ഫസ്റ്റ് കണ്ടപ്പോൾ വലിയൊരു ശ്രദ്ധ കൊടുത്തില്ല, പിന്നെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം നോട്ടീസ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. Then what was the purpose of visit of the voyager and his wife to America? ആ വോയേജർ, അതായത് മിസ്റ്റർ ജോണും മിസ്സിസ് ജോണും അമേരിക്കയിലേക്ക് വന്നത് എന്തിനാണ് അമേരിക്ക വിസിറ്റ് ചെയ്തത്, അതാണ് കേട്ടോ. ഓക്കെ, ഈ 4 ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസർ ചെയ്തിട്ട് ഇന്ന് തന്നെ അയച്ചു തരിക. ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്ഥിരം കാണണം, കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണിഷ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അത് വർത്തമാനത്തിലാവില്ല, അത് നേരിട്ട് തരാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പിന്നെ വീട്ടിൽ വന്നിട്ട് അടിക്കാന്നൊക്കെ പറഞ്ഞാൽ മോശപ്പെട്ട കാര്യമാണെങ്കിലും പറഞ്ഞത് കേട്ടില്ല, വേറെ വഴി നമുക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഹിസ്റ്ററിയുടെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇനി ഇംഗ്ലീഷ് ഹിസ്റ്ററി ഇങ്ങനെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ കാണാം. എനിവേ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.